നമസ്കാരം. രാജ്യം ക്യൂവിൽ തന്നെ വികാരാധീനനായി പ്രധാനമന്ത്രി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നോട്ട് റദ്ദാക്കൽ തീരുമാനം കള്ളപ്പണക്കാർക്കല്ല ജനങ്ങൾക്കാണ് ദുരിതം സമ്മാനിച്ചത് എന്ന് ഒടുവിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും മനസ്സിലായി. 2 ആഴ്ച തരൂ, എല്ലാം ശരിയാക്കാം എന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതെങ്കിൽ 50 ദിവസമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ചോദിക്കുന്നത്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളും ആവശ്യമായ ബദൽ മാർഗങ്ങളും ഇല്ലാതെയാണ് നോട്ട് പിൻവലിച്ചതെന്ന് സർക്കാരിനും മനസ്സിലായി. എന്തായാലും നോട്ട് പിൻവലിച്ച ശേഷം ഇതൊന്നും കാണാൻ നിൽക്കാതെ ജപ്പാനിൽ പോയി PP ഊതി കളിച്ച പ്രധാനമന്ത്രി മടങ്ങി വന്നിട്ടും ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിലുള്ള ക്യൂവിൻ്റെ നീളം കുറയുന്നില്ല. കള്ളപ്പണക്കാരുടെ മൂക്കിന് നേരെയുള്ള ഇടി സാധാരണക്കാരുടെ നെഞ്ചത്ത് കൊണ്ടതോടെ പരിഷ്കാരം തുഗ്ലക്കിൻ്റെ മാതൃകയും കടത്തിവെട്ടിയിരിക്കുകയാണ്. വിമർശകർക്കുള്ള മറുപടിയായി രാജ്യസ്നേഹം കഴിഞ്ഞ് സെൻറ്റിമെൻറ്റ്സും വർക്കൗട്ട് ചെയ്യുകയാണ് പ്രധാനമന്ത്രി. കുടുംബവും ജീവിതവുമെല്ലാം രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച തൻ്റെ നടപടികളോടുള്ള വിമർശനം താങ്ങാവുന്നതല്ല. 50 ദിവസം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തന്നെ കഴിവേറ്റിക്കൊള്ളൂ എന്നാണ് പ്രധാനമന്ത്രി വികാരാധീനനായി പറയുന്നത്. എന്തായാലും ഈ ശിക്ഷ ജനങ്ങൾ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. जिनको पता हो ये सारा देख करके समझ नहीं आता था कि मोदी क्या करेगा आगे. लेकिन अगर आप अपनी दुनिया में इतने मस्त थे कि और पॉलिटिकल पार्टी की तरह ये भी आकर के चला जाएगा, मैं भाइयों बहनों कुर्सी के लिए पादा नहीं. मेरे देशवासियों, मैंने घर, परिवार, सब कुछ अपुकुटा देश के लिए छोड़ा. വികാര നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു. വേണ്ട, എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ടത് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച. मैं जानता हूं कैसे कैसे लोग मेरे खिलाफ हो जाएंगे. मैं जानता हूं 70 साल का उनका मैं लूट रहा हूं. मुझे जिंदा नहीं छोड़ेंगे, मुझे बर्बाद करके रहेंगे. उनको जो करना है करे. 50 साल भाइयों बहनों, 50 दिन मेरी मदद करे. देश 50 दिन मेरी मदद करे. जोर से तालियों के साथ मेरी इस बात को स्वीकार कीजिए. ഇനി പറയണം സർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാൻ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും, അതൊരു നടനാണെന്ന്.
പഴയ നോട്ടുകൾ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ച് ജനങ്ങളെ സഹായിക്കണമെന്നുണ്ട് കേരള സർക്കാരിന്. അതിനു പക്ഷേ റിസർവ് ബാങ്കിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി കൂടി വേണം. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടി കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കണ്ടിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. സഹകരണ ബാങ്കുകൾക്കും പഴയ നോട്ടെടുക്കാൻ അനുമതി കിട്ടിയില്ല. ഇളവിനുള്ള കാലാവധി 24 വരെ നീട്ടിയത് എന്തായാലും പിണറായിയും തോമസ് ഐസക്കും ഡൽഹിക്ക് വണ്ടി കയറുന്നതിന് മുമ്പ് എടുത്ത തീരുമാനവുമാണ്. കൊള്ളാം കൊള്ളാം, സിംഹമടയിലും വഴിപോക്കനോ. എന്താ ഞങ്ങള് ധനകാര്യമന്ത്രിയുമായി ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. മേമേക്ക് ദരിദ്രവാസ്യം ആത്മീ ഹൂം കൃപയാ കരേ ദർവാസ മേം കിനാരേ ഹേ. വീണ്ടും മലയാളിയോ? പഴയ നോട്ട് സ്വീകരിക്കുന്നതിൽ ഇപ്പോൾ അതിനൊരു 24-ാം തീയതി വരെ 24-ാം തീയതി വരെ അതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നലെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൂടി ഈ അനുമതി വേണം എന്നാവശ്യപ്പെട്ടു. അതും പരിഗണിക്കാമെന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു തീരുമാനം ഇപ്പോൾ ആയിട്ടില്ല. കാലിച്ചാക്കുമായി കന്നാസും കടലാസുമായി തിരികെ വരേണ്ടി വന്നുവെങ്കിലും ഈ പരിപാടിയോട് മൊത്തത്തിലുള്ള കേരളത്തിൻ്റെ എതിർപ്പ് ഒന്നുകൂടി ഊന്നിപ്പറയാനും പിണറായി മറന്നില്ല. കേരളത്തിന്റെ പ്രതിഷേധം നേരത്തെ അറിയിച്ചു കഴിഞ്ഞതാണ്. ഇതിന്റെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ 2 സമീപനമാണ് ഇക്കാര്യത്തിലുള്ളത്. ഒന്ന്, കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന് കേരളത്തിന് യാതൊരു തടസ്സവുമില്ല. ആ കള്ളപ്പണം നിയന്ത്രിക്കുന്ന നടപടികളെ സ്വാഗതം ചെയ്യുന്നതാണ്. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ പിണറായി വിശദീകരിച്ചു. ഇതൊക്കെ ഇംഗ്ലീഷിൽ ധനമന്ത്രി ഐസക് വിശദീകരിക്കും. അല്ല, ബാക്കി കാര്യങ്ങൾ ധനകാര്യമന്ത്രി കൂടി സംസാരിക്കട്ടെ. സഖാവേ ഇംഗ്ലീഷ് പറ. പറഞ്ഞോ, ഇംഗ്ലീഷ് പറഞ്ഞോ ബാക്കി കാര്യങ്ങൾ. English. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. What's your question? Okay, main request from Kerala has been that now special facility given for payment of taxes, charges, penalties in the old notes be extended. ഭയങ്കരം തന്നെ. കടുപ്പമുള്ള ചായ കുടിക്കുന്നത് പോലെയുള്ളൂ തൻ്റെ പരിഷ്കാരമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും നോട്ടിൻ്റെ പേരിൽ രാഷ്ട്രീയ തർക്കം സംസ്ഥാനത്ത് മുറുകുകയാണ്. യൂത്ത് കോൺഗ്രസുകാർ ഇന്ന് റിസർവ് ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് തന്നെ നടത്തി. तो जो गरीब लोग होते थे वो मुझे खास कहते थे कि मोदी जी चाय जरा कड़क बनाना. गरीब को जरा कड़क चाय ज्यादा अच्छी लगती है. अब गरीब को तो कड़क चाय भाती है, लेकिन अमीर का मुंह बिगड़ जाता है. ये मचाने तपड़किड़ तगिलड़किड़ नी अड़ी रसाती आसपटोर योग में तियड़े नाडन पटी दपंगुती കൊണ്ടാട്ട മണിന്നട. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ നടപടികളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ളത്. ആരോടും ആലോചിക്കാതെ ഒരു ഏകാധിപത്യം നടത്തുന്ന നടപടികളിലൂടെ വലയേണ്ടി വരുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇതിൻ്റെ പേരിൽ തന്നെ കഴിവിലേറ്റിക്കൊള്ളൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെ കുറ്റസമ്മതമാണ്. ഞങ്ങൾ ദേശീയ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നവർ തന്നെയാണല്ലോ. ഞങ്ങളെ ദേശീയതയൊന്നും നരേന്ദ്രമോദി പഠിപ്പിക്കുകയൊന്നും വേണ്ട. നരേന്ദ്രമോദി ഞങ്ങളെ ദേശീയതയൊന്നും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ്. രാജ്യം കുറേ കാലം ഭരിച്ച ആളുകളാണ്. ഇതിനകത്ത് ഞങ്ങൾ പറയുന്നത് എന്താ? കള്ളപ്പണവും കള്ളനോട്ടും പിടിക്കുന്നതിന് ഞങ്ങൾ അരുതരല്ല. യാതൊരു ഒരുക്കവും ഇല്ലാതെ ഒരു സുപ്രഭാതത്ത് ഒരു ദിവസം രാത്രി 8 മണിക്ക് പറയാം ഈ നോട്ടെല്ലാം പിൻവലിച്ചു. അങ്ങനെയല്ല. അത് റിസർവ് ബാങ്ക് നേരത്തെ പ്രിന്റ് ചെയ്ത് അവിടെ വെച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് ഇത് പെട്ടെന്ന് കൊടുക്കാമായിരുന്നല്ലോ. അതൊന്നും കൊടുക്കാതെ പുള്ളി ജപ്പാനിലേക്ക് പോയി. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അടിച്ച നോട്ട് ATM-നകത്ത് കൊള്ളൂല. അതെ, അതുപോലും മനസ്സിലാക്കാതെ കൊണ്ടുവന്ന പരിഷ്കാരം ഇപ്പൊ ദേശീയ താല്പര്യമാണെന്നും പറഞ്ഞ് ആളുകളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
ഞങ്ങളെല്ലാം കള്ളപ്പണം തടയുന്നതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. പക്ഷേ ഇത് കള്ളപ്പണം തടയാൻ ഉദ്ദേശിച്ച് സ്വീകരിച്ച നടപടിയല്ല എന്നാണ് ഇതിനകം തന്നെ വ്യക്തമായിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇതിനോട് ഇത്ര വലിയ എതിർപ്പും പരിഭവവും പറയേണ്ട കാര്യം എന്താ? നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അദ്ദേഹം തൻ്റെ ഇടത്തോടുകൂടി മോഡിയുടെ ഈ സാമ്പത്തിക പരിഷ്കരണത്തെ അനുകൂലിച്ചിട്ടുണ്ടല്ലോ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ. തമിഴ്നാടിൻ്റെ ചുമതല വഹിക്കുന്നവർ എത്രയോ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തിരിക്കുന്നു. കർണാടകം ആ ഗവൺമെൻറ് എത്രയോ സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മാത്രം എന്താ ഇത്ര വലിയ വിഷമം? അത് മനസ്സിലാകുന്നില്ല. എല്ലാത്തിലും രാഷ്ട്രീയം കാണുകയാണ്. പ്രധാനമന്ത്രിയാണ് ഇന്നലെ ഇപ്പോഴത്തെ ഈ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ എതിർക്കുന്നവരില്ല. 50 ദിവസം കാത്തിരിക്കാം. ഇവിടെ ഒരാഴ്ച കാത്തിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കവേ ഇന്ന് തീരും നാളെ തീരും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രി പറഞ്ഞ 50 ദിവസം കാത്തിരിക്കുക. കേന്ദ്ര നടപടിയെ ആദ്യ ദിനത്തിൽ തന്നെ വിമർശിച്ച സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് അന്ന് വില്ലനായെങ്കിൽ ഇന്ന് കേന്ദ്രം വില്ലനാവുന്നത് കണ്ട് ഓരോരുത്തരായി രംഗത്തിറങ്ങുകയാണ്. രാജ്യാഭിമാന പ്രേരിതരായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട കോൺഗ്രസ് യുവ MLA-മാരെ തിരുത്തി UDF തന്നെ നിലപാട് കടുപ്പിക്കുന്നു. അത് നമ്മൾ അങ്ങനെ ഒരു വിവാദങ്ങളിലേക്ക് പോകണ്ട. നിങ്ങളാരെങ്കിലും ഒരു ചോദ്യം, കള്ളപ്പണം പിടിക്കുന്നത് നല്ലതല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കാണും. അത് നല്ലതെന്നല്ല മോശമെന്നും ആരെങ്കിലും പറയും. അപ്പോൾ അതിൻ്റെ അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും അത് പറഞ്ഞു കാണില്ല. ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് പറയുക. ആ പറഞ്ഞവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. രാജ്യം ഇന്ന് ക്യൂവിലാണ്. ക്യൂവിൽ ഒരിടത്തും കള്ളപ്പണക്കാരനും കള്ളനോട്ടുകാരനും ഇല്ല. മണി ഉണ്ടാക്കിയവര്, അധ്വാനം ചെയ്ത് രൂപ ഉണ്ടാക്കി ഇട്ടവരാണ് മണിക്കൂറുകൾ, ദിവസങ്ങൾ ആ രൂപയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. 2005 മുമ്പുള്ള പഴയ നോട്ടുകൾ പിൻവലിക്കാനുള്ള 2014 UPA സർക്കാരിൻ്റെ നടപടിയെ വിമർശിച്ച BJPയുടെ വാക്കുകൾ ഇപ്പോൾ അവർക്കു നേരെ തിരിഞ്ഞുകൊത്തുകയാണ്. കള്ളപ്പണക്കാരെയല്ല, ഇനി ജനങ്ങളെയാവും ഇത് കഷ്ടപ്പെടുത്തുക എന്ന് BJP വക്താവ് അന്ന് പറഞ്ഞത് ജന്മഭൂമി പ്രസിദ്ധീകരിച്ചതെങ്കിലും കുമ്മനം എടുത്തു വായിക്കേണ്ടതായിരുന്നു. വക്രദൃഷ്ടിയിൽ ഇടവേള. ബാങ്കുകളിൽ ക്യൂ നിൽക്കാൻ BJPയുടെ വക പരിശീലനം. നരേന്ദ്രമോദി സർക്കാർ ഒന്ന് പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ആ കൊച്ചിനെ കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം വരുന്ന ഭാവി തലമുറയാണത്.